നമസ്കാരം, ഞാൻ ഡോക്ടർ അചന്ത. ഇന്നത്തെ വീഡിയോ നിങ്ങൾ ടീച്ചർമാരെ ഉദ്ദേശിച്ചാണ്, ടീച്ചർമാരെ തന്നെ ഉദ്ദേശിച്ചാണ്, ടീച്ചർമാരെ മാത്രം അല്ല, ശബ്ദം കൊണ്ട് ജീവിക്കുന്ന എല്ലാ ആളുകളെ ഉദ്ദേശിച്ചാണ്. നമ്മൾ ദൈനംദിന ജീവിതത്തിൽ എത്ര സൗണ്ട് ഉപയോഗിക്കാറുണ്ട് അല്ലേ? നമ്മൾ സംസാരിക്കുമ്പോൾ എത്ര സമയം നമ്മൾ സംസാരിക്കാൻ ഉപയോഗിക്കുന്നത്? നമ്മൾ സംസാരിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഓർഗൻ ഏതാണെന്നറിയോ? നമ്മുടെ വോക്കൽ കോഡ്. പക്ഷേ ഈ വോക്കൽ കോഡിന് വേണ്ടത്ര ഇമ്പോർട്ടൻസ് നമ്മൾ നമ്മുടെ ലൈഫിൽ കൊടുക്കാറുണ്ടോ? വോക്കൽ കോഡിന് ഏൽക്കുന്ന പ്രശ്നങ്ങളെ പറ്റി നമുക്ക് അറിയാമോ? ആഡംസ് ആപ്പിളിന്റെ ജസ്റ്റ് പുറകിലിരിക്കുന്ന രണ്ട് മസിൽ ബാൻഡുകളാണ് ഈ വോക്കൽ കോഡ്. വോക്കൽ കോഡ് ഈ ഷേപ്പിലിരിക്കും. നമ്മുടെ തൊണ്ടയുടെ ഈ ഭാഗത്തായിട്ട് ഇരിക്കുന്ന, ഇങ്ങനെ കവർ ചെയ്തിരിക്കുന്ന രണ്ട് മസിൽ ബാൻഡാണ് വോക്കൽ കോഡ്. നമ്മൾ സംസാരിക്കുമ്പോൾ ഇത് കിടന്ന് വൈബ്രേറ്റ് ചെയ്തിട്ടാണ് ശബ്ദം പുറത്തേക്ക് വരുന്നത്. സംസാരിക്കാൻ വേണ്ടി മാത്രമല്ല, നമുക്ക് ആഹാരം കഴിക്കാന്, നമുക്ക് ശ്വസിക്കാന്, അല്ലെങ്കിൽ ശ്വസിക്കുന്ന സമയത്ത് അതിനകത്ത് ഏതെങ്കിലും ഫോറിൻ ബോഡിയോ അണുക്കളോ എന്തെങ്കിലും ആ വഴിയിൽ വന്നിരുന്നാല് അതിനെ പുറത്ത് കളയുന്ന റിഫ്ലക്റ്റീവ് മെക്കാനിസം ആയിട്ടുള്ള ചുമ, ഇതൊക്കെ നടത്തുന്നത് നമ്മുടെ വോക്കൽ കോഡിന്റെ ഹെൽപ്പിലൂടെയാണ്. ഈ വോക്കൽ കോഡിന് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ശബ്ദം ഇല്ലാണ്ടാവും, അല്ലെങ്കിൽ ശബ്ദത്തിൽ പതർച്ച വരാം, അല്ലെങ്കിൽ ശബ്ദത്തിൽ മാറ്റം വരാം. ഇതിന്റെ പ്രധാന കാരണങ്ങൾ വോക്കൽ നോഡ്യൂള്, അല്ലെ വോക്കൽ പോളിപ്പ്, ചില ഇൻഫെക്ഷൻസ് ഉണ്ടാവുന്നത്, ഗ്യാസ്ട്രൈറ്റിസ് കാരണം ഗർഡ് എന്ന് പറഞ്ഞ പ്രശ്നം, അതായത് അസിഡിറ്റി കാരണം പുളിച്ചില കെട്ടി എപ്പോഴും വരില്ലേ, അങ്ങനെയുള്ളവർക്ക് ഈ ഗ്യാസ്ട്രിക്കിൽ വയറിനകത്തെ ആ ആസിഡ് പുറത്തോട്ട് വന്നിട്ട് തൊണ്ടയിൽ തട്ടിയിട്ട് അങ്ങനെയൊക്കെ നമുക്ക് വോക്കൽ കോഡിന് പ്രശ്നങ്ങൾ ഉണ്ടാവാം. പിന്നെ വോക്കൽ കോഡിന് ചില തളർച്ച വരാം. നമ്മൾ പാരലൈസിസ്, സ്ട്രോക്ക് ഒക്കെ വന്നിട്ട് ഒരു സൈഡ് തളർന്നു പോകുമ്പോൾ നമുക്ക് സംസാരിക്കാൻ പറ്റാതൊക്കെ ആവുന്നത് ഈ ഒരു സൈഡിലെ മസിൽ പാരലൈസ്ഡ് ആയി പോകുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് നമുക്ക് ആഹാരം കഴിക്കാൻ പറ്റാതെ ട്യൂബൊക്കെ ഇട്ട് ട്യൂബിലൂടെ ഫീഡ് ചെയ്യേണ്ടി വരുന്നത് ഈ വോക്കൽ കോഡ് കറക്റ്റ് ആയിട്ട് പ്രവർത്തിക്കാതാവുമ്പോഴാണ്. ഇതിനകത്ത് ഏറ്റവും കോമൺ ആയിട്ട്, ഇത് ടീച്ചർമാരെ ഉദ്ദേശിച്ചാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, അതിന്റെ കാരണം എന്താണെന്നറിയേ? ഏറ്റവും കൂടുതൽ വോക്കൽ കോഡിന് കുഴപ്പം കൊണ്ട് വരുന്നത് നിങ്ങൾ ഒരുപാട് ശബ്ദം ഉപയോഗിക്കുന്നവരാണ്, അല്ലെങ്കിൽ ഒരുപാട് സമയം, അല്ലെങ്കിൽ ഒരുപാട് ഒച്ചത്തിൽ സംസാരിക്കുന്ന ആളുകൾക്കാണ്. കാരണം ഒരുപാട് ഒച്ചത്തിൽ സ്ക്രീൻ ചെയ്യുക, അലറുക, കാറുക, കൂവുക, അല്ലെങ്കിൽ കാർക്കിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഈ വോക്കൽ കോഡ് വലിയും, സ്ട്രെച്ച് ആവും. അങ്ങനെ ചെറിയ ചെറിയ പോറലുകൾ അവിടെ ഉണ്ടാവാറുണ്ട്. ഈ പോറലുകൾ ഉണങ്ങാൻ വേണ്ടി, നമ്മുടെ ദേഹത്തൊക്കെ ഒരു ചെറിയ മുറിവുണ്ടായാൽ അത് ഉണങ്ങാൻ വേണ്ടി ഒരു പൊരിക്ക പോലെ വരില്ലേ? അതാണ് നമ്മൾ രാത്രി ഗാനമേളക്കൊക്കെ കൂവുകയും കാറുകയും അലറുകയൊക്കെ ചെയ്തിട്ട് അപ്പോൾ കുഴപ്പമൊന്നുമില്ല, നല്ലോണം കൂവാനോ അലറാനോ ഒക്കെ പറ്റി പിറ്റേ ദിവസം ആകുമ്പോഴത്തേനുമാണ് ഒച്ചയൊന്നും ഇല്ലാതിരിക്കുക. അത് ഉണങ്ങാൻ വേണ്ടി പൊരിക്ക പോലെ ഉണ്ടായി ആ അബ്രേഷൻസ് ഒക്കെ, ആ മുറിവുകൾക്കൊക്കെ. അപ്പോൾ ഇത് അടുത്ത് ഉണങ്ങി ഹീലായി വേണം ഈ പൊരിക്ക പോലെ ഇരിക്കുന്നത് പോകാനായിട്ട്. പക്ഷെ ഇത് പോകുന്നതിന് മുമ്പ് നമ്മൾ വീണ്ടും അലറുമ്പോൾ ഇത് ഉണങ്ങുന്നതിന് മുമ്പ് ഇതിന്റെ മേലിലുള്ള കോട്ടിങ് ഇളകിപ്പോവും. അങ്ങനെ പലതവണ സംഭവിച്ച് അവിടെ ഒരു തഴമ്പ് പോലെ വരും. അതാണ് നമ്മുടെ വോക്കൽ നോഡ്യൂൾ എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ. അപ്പൊ ഇങ്ങനെ ഓരോന്നൊക്കെ നമ്മുടെ വോക്കൽ കോഡിന്റെ മേളിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ശബ്ദത്തിന്റെ ആ സ്മൂത്ത്നെസ് പോവും, നമ്മുടെ ശബ്ദം പതർച്ച ഉണ്ടാവും, നമ്മുടെ ശബ്ദത്തിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ ഇത്രയും ഉപകാരം തരുന്ന വോക്കൽ കോഡിനെ ഇനി നിസ്സാരന്മാരായിട്ട് കാണരുത്. അവർക്ക് കൊടുക്കേണ്ട ഇമ്പോർട്ടൻസ് കൊടുക്കണം, കുറച്ചുകൂടെ ഒന്ന് കെയർ ചെയ്യണം. ശബ്ദം ഒരുപാട് ഉപയോഗിക്കേണ്ട സ്ഥലങ്ങളിൽ വരുമ്പോൾ ആവശ്യമുള്ള സ്ഥലങ്ങളിൽ മാത്രം ഉപയോഗിക്കുക. അല്ലാത്ത സമയങ്ങളിൽ നമ്മുടെ വോയിസ് ഒന്ന് കൺട്രോൾ ചെയ്യുക. പിന്നെ ടീച്ചർമാർക്കൊക്കെ എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും അല്ലേ? നമുക്ക് വാ കൊണ്ട് സംസാരിക്കാതെ എങ്ങനെ കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റും? നിർബന്ധമായിട്ട് നിങ്ങളൊരു ചെറിയ മൈക്രോഫോൺസ് ഒക്കെ യൂസ് ചെയ്യണം. ഒരുപാട് സ്കൂളുകളിൽ, കോളേജുകളിലൊക്കെ വ്യത്യാസം വന്നു. ഒരുപാട് പേര് മൈക്കൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ നാട്ടിൻപുറത്ത് ഇങ്ങനത്തെ കംപ്ലൈന്റുകളൊക്കെ ആയിട്ട് ടീച്ചർമാർ വരുമ്പോൾ ഞാനൊരു മൈക്ക് ഉപയോഗിക്കണം എന്ന് പറഞ്ഞാൽ അവർക്ക് ചിരിയാണ്, അല്ലെങ്കിൽ അവർക്ക് പേടിയാണ്. ഞാൻ ഇതും കൊണ്ട് പുറത്ത് പോയി കഴിഞ്ഞാൽ അവരെന്നെ കളിയാക്കും എന്നാണ് പറയുക. നിങ്ങൾ ഒരാൾ ഉപയോഗിച്ച് നോക്ക്, കുറച്ചുനാൾ കഴിയുമ്പം എല്ലാവരും ഈ മൈക്കും പിടിച്ച് വരും. കാരണം എല്ലാ ടീച്ചേഴ്സും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണിത്, അല്ലെങ്കിൽ ഒരുപാട് ശബ്ദം ഉപയോഗിക്കുന്ന എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ്. അപ്പൊ അതുകൊണ്ട് ഇനി ശബ്ദമൊക്കെ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം കേട്ടോ.